തിയറി ഓഫ് റിഫർമേഷൻ. ആ റിഫർമേഷനാണ് പ്രധാനം, അല്ലാതെ നമ്മൾ ഒരാൾക്ക് നടപടി എടുക്കുന്നത് അയാളെ ഇല്ലാതാക്കാനല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഷൈൻ ടോം ചാക്കോക്കെതിരെ നടപടി എടുത്തു, സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി, അദ്ദേഹം കൂടുതൽ ഡ്രഗ്സിലേക്കോ അല്ലെങ്കിൽ ആൽക്കഹോളിലേക്കോ പോയി ജീവിതവും കരിയറും നശിപ്പിച്ചില്ലാതാകണോ? പകരം അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് ചൂണ്ടിക്കാണിച്ച് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റി കൊണ്ടുവരണം. എന്ത് ഗംഭീര നടനാണ്. ഞാൻ ലക്ഷ്മിജിക്ക് അറിയാവുന്നതുപോലെ ഞാൻ യൂഷ്വലി ഒരു പുരുഷവാദിയാണ്, പക്ഷെ വിൻസി പറയുന്നതിനോടാണ് എനിക്ക് യോജിപ്പ്. വിൻസി വളരെ മിതത്വത്തോടെ റെസ്ട്രെയിൻറ്റോടുകൂടി ആ സിനിമയുടെ പേര് വെളിയിൽ വരരുത്, ഷൈൻ ടോം ചാക്കോയുടെ പേര് വെളിയിൽ വരരുതെന്ന് ഉദ്ദേശിച്ചാണ് ആ പരാതി വരുന്നത്. അത് എന്തുകൊണ്ടാണ്? അത് സിനിമയെ ബാധിക്കും, OTTയുടെ റേറ്റുകളെ ബാധിക്കും, സിനിമ റിലീസിനെ ബാധിക്കും, തിയേറ്റർ കിട്ടുന്നതിനെ ബാധിക്കും, നെഗറ്റീവ് ബ്രാൻഡിംഗ് ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് വിൻസിയോട് വലിയ സ്നേഹവും ബഹുമാനവും തോന്നുകയുണ്ടായി. എന്നാൽ ഷൈൻ ടോം ചാക്കോ അടക്കം കുറെ കൂടെ റെസ്പോൺസിബിളായി പെരുമാറണം. ഇത് ആദ്യത്തെ കേസല്ല, കൊക്കൈന്റെ കേസ് ഉണ്ടായി, അതിനുശേഷം ഒരു ആരോപണം വന്നു, 2 മാസങ്ങൾക്ക് മുമ്പ് 1.5 കോടിയോ 2 കോടി രൂപയുടെ ഒരു ഡീല് വന്നു, അതിൽ ഷൈൻ ടോം ചാക്കോയുടെ പേര് ഉയർന്നു വന്നു. അതുകൊണ്ട് ഷൈൻ ടോം ചാക്കോ പോലെ പ്രതിഭയുള്ള വ്യക്തികൾ സമൂഹത്തിന് റോൾ മോഡൽ ആയില്ലെങ്കിലും നെഗറ്റീവ് റോൾ മോഡൽ ആവരുത്. അവർ നന്മയുടെ പാത കാണിച്ചില്ലെങ്കിലും തിന്മയുടെ പാത കാണിച്ചു കൊടുക്കരുത്. ക്രിയേറ്റിവിറ്റിക്ക് ഇതൊന്നും വേണ്ട. പിന്നെ എനിക്ക് മാധ്യമങ്ങളോടുള്ള കാര്യം, നമ്മൾ ഇവരുടെ എല്ലാം പുറത്ത് കുതിര കയറുക അല്ല ചെയ്യേണ്ടത്. പകരം ഏതെങ്കിലും സ്പേസിൽ ഇവരെ ഡി അഡിക്ഷന് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനോ വേണം. കാര്യം ഞാൻ പറഞ്ഞത് സാക്ഷാൽ സുനിൽ ദത്തിന്റെയും നർഗീസ് ദത്തിന്റെയും മകനായ സഞ്ജയ് ദത്തിന് വഴിതെറ്റാമെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം?